ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നെന്താ ഒരു ഭയങ്കര ചെറിയ അമ്മയ്ക്ക്? ശരി, ഞാൻ പറയട്ടെ. ഇന്നലെ പല്ല് വേദനയായിരുന്നു, നല്ല വേദനയായിരുന്നു. ഇവിടെയൊക്കെ ഒരു വീക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനാണോ അമ്മ ചെറിക്കണത്? അതിനുള്ള മരുന്നൊക്കെ കഴിച്ചില്ലേ? അപ്പൊ അവന് ഈ മരുന്നുകൾ കഴിച്ചാൽ മതി. അപ്പൊ പറയും എനിക്ക് പറ്റില്ല, എനിക്ക് ക്ഷീണാണ്, എനിക്ക് എന്തോ ആണെന്നൊക്കെ പറയും. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോ അതായിരുന്നു ഇവിടെ പാട്ട്. അപ്പൊ ഞാൻ ഇവനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അവനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ഉഷാറാവുമല്ലോ എന്ന് പറഞ്ഞു. വല്ലാത്ത ബുദ്ധിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഞാനേ ഉള്ളു അരിയൊന്ന് വെള്ളത്തിലിട്ട് അരച്ചില്ല. അപ്പം 1 ഗ്ലാസ് അവില്, വെള്ള അവിലാണ് കേട്ടോ. അതും 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് അല്ല, 1 കപ്പ് അവിലും വെള്ളവും രണ്ടും കൂടി ഇട്ടോ? അല്ല, 1 കപ്പ്, 1 ഗ്ലാസ് അല്ല, 1 കപ്പ് അവിലും 1 കപ്പ് അരിയും കൂടി, രണ്ടും സമാസമം. എന്നിട്ട് ഇത് രണ്ട് സമോസ ആക്കിയിരുന്നു. എന്താണ് എന്താ ഈ സമാസമം എന്ന് പറഞ്ഞാൽ? സമാസമം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ. അങ്ങനെ. എന്നിട്ട് അതിനെ ഉപ്പ് കൂട്ടി അരച്ചു. ഉപ്പിട്ടി അരച്ചു? നാല് ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉപ്പ് കൂട്ടി അരച്ചു. അങ്ങനെ തകണ്ടല്ലേ ദോശമാവ് പോലെ. അതിന് ഒരു 20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇത് ചെയ്തതിന് 20 മിനിറ്റ് അമ്മ റെസ്റ്റ് എടുത്ത പോയിട്ട്? പറയേ. 20 മിനിറ്റ് ഈ അരച്ചതിന് അമ്മ പോയി റെസ്റ്റ് എടുത്തു. അമ്മ എന്താ അമ്മിക്കല്ലാണോ അരച്ചമ്മ? അല്ലടോ, ഞാൻ അരച്ചതല്ല, മിക്സിയിൽ അരച്ചു. പക്ഷെ ഇതവിടെ വെച്ചു ഒരു 20 മിനിറ്റ്. നമ്മുടെ മറ്റുള്ള ചട്നി കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഇത് ശരിയാവും. അപ്പൊ അങ്ങനെ. അപ്പൊ അമ്മയല്ല റെസ്റ്റ് എടുത്തത്, അതാണ് റെസ്റ്റ് എടുത്തത്. മനസ്സിലായപ്പോ ബുദ്ധൂസെ റെസ്റ്റ് എടുത്തത് അതിന് കഴിക്കാനാണെന്ന് അതിനറിയില്ലല്ലോ. അപ്പതാ ഇനി നമുക്ക് ദോശക്കല്ല് ചൂടായി. ദോശക്കല്ല് ചൂടായി. ഇത് ഒരു ഉഴുന്നൊന്നും ഇല്ലാണ്ട് പ്രത്യേക തരം ദോശ. അതായത് ഒരവിലും ഒരരിയും ഒക്കെ കൂട്ടിയിട്ടൊരു ദോശ ഇടുമ്പോൾ അതിനൊരു വ്യത്യാസ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമല്ലോ. ഞാൻ ഉരുളക്കിഴങ്ങ് അരച്ചിട്ടുണ്ടാക്കും, ചക്ക അരച്ചിട്ടുണ്ടാക്കും, റവ ദോശ ഉണ്ടാക്കും, അങ്ങനെ പല എന്തൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ല. ഇതിപ്പോൾ അവിലും അരി മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ പരത്താം. ഇങ്ങനെ നീ പരത്തുവോ ഇത്ര റൗണ്ടായിട്ട്? പിന്നെന്താ? ഓ അമ്മേ, എത്ര കനം കുറച്ച് വേണമെങ്കിലും പരത്താം കേട്ടോ. അല്ല ഇനിയിപ്പോൾ കനത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. ഏത് രീതിയിൽ വേണമെങ്കിലും പരത്താം. അപ്പോൾ ഇതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും രണ്ടും കലർന്നതാണ് കേട്ടോ, വെറും നെയ്യല്ല, എപ്പോഴും ഞാൻ പറയാറില്ലേ. എന്നിട്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവട്ടെ. എന്തെന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അമ്മ, നല്ല കാര്യങ്ങൾ കേട്ടോ, പ്രത്യേകിച്ച് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നന്മയ്ക്ക് മാത്രം കേട്ടോ. നല്ലതായ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, അത് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ദൈവത്തിൻ്റെ ഒരു ദൈവസ്പർശം ഉണ്ടെന്ന് പറയുമല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ദൈവസ്പർശം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് കണ്ണിലും കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയണതല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പറയുമോ? നമ്മുടെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു കല്ല് വെച്ച് പ്രാർത്ഥിച്ചാലും അതിൽ ദൈവ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനെന്തിനാ ചട്ട കിടക്കണ്? അതല്ല, ആ ഒരു കല്ലാവട്ടെ, തൂണാവട്ടെ, തുരുമ്പാവട്ടെ, ഏതോ, പക്ഷെ അതിൽ ദൈവം ഉണ്ടെന്ന് നമ്മൾ അർപ്പണാബോധത്തോടെ വിശ്വസിക്കണം. അതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തിലും അർപ്പണാബോധത്തോടെ അത് വിശ്വസിച്ച് അതിൽ എന്ന് വെച്ചാൽ നമ്മളൊരു പന്നിപ്പടക്കം വെക്കാൻ പോവുകയാണ്. അപ്പം നല്ല വിശ്വാസബോധത്തോടു കൂടി അർപ്പിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ദൈവം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നന്മയുള്ള എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ, ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ, ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അങ്ങനെ നന്മ എന്ന് പറയുന്നതിലെല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെയല്ലമ്മ? പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ പഠിച്ചു പോയി. അപ്പോൾ ആ നന്മ ചെയ്യുന്നതിനെ പറ്റി നന്മയുള്ള അമ്മ, നന്മയുള്ളൊരു ചെറിയൊരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? നന്മയുള്ളൊരു കഥയായാലും മതി. അമ്മ പറയണ്ടേ, എപ്പോൾ നോക്കിയാലും ഈ ചെക്കൻ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പല്ല് വേദന വന്നു. അമ്മ പറഞ്ഞു ഇവ നിർത്തുകയില്ലേ, പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. അതല്ല, ഒന്ന് പറഞ്ഞു എന്താ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ എന്റെ ചെവി തുളക്കലല്ലേ പണി, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് വയ്യായ വന്നതൊന്നും പറയണ്ട കേട്ടോ. അത് നീ എന്നും പറയും, ഞാൻ എന്നും നിന്നത് പറയും. ഇല്ല, അതുകൊണ്ട് തന്നെ വന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഹോം മിനിസ്റ്റർ ആണല്ലോ, ആർക്കും ഒന്നും പറയാനും പറ്റില്ല.
ഇതൊന്ന് മൊരിയട്ടെ, മൊരിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. എന്ന് വെച്ചാൽ പവർ മുഴുവൻ നമ്മുടെ കയ്യിലായതുകൊണ്ട് അമ്മേനെ മാത്രം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. ചെയ്യണ്ടല്ലോ, രാവിലെ തൊട്ട് എന്തോരം എന്നെ ബുദ്ധിമുട്ടിച്ചത്. അത് നിനക്ക് ഉഷാറായിട്ട് പറഞ്ഞിട്ടാണ്. നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയായിട്ടിരുന്ന രസമില്ല വീട്. അപ്പൊ ഈ രസത്തിനുള്ളതാണ് ഞാനല്ലേ. അല്ല, അങ്ങനെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഉണർവോടെ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞ, എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കുട്ടിയല്ലേ എനിക്ക്, അമ്മക്ക് അങ്ങനെ. പിന്നെ എല്ലാവർക്കും കുട്ടിയാവാൻ പറ്റും. അപ്പതാ ദോശ കണ്ടില്ലേ, മൊരിഞ്ഞ ദോശ കണ്ടോ, നല്ല മൊരിഞ്ഞ. എവിടെയാണ്? യെസ്, വെരി ഗുഡ്. ഒരെണ്ണം കൂടി ഇടാം. ഒരെണ്ണം കൂടി ചുട്ട് കാണിച്ചിട്ട്. അപ്പൊ അമ്മ പറയണത് നന്മയുള്ള അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിലൊക്കെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ, ഒരാളെ ഉപദേശിക്കുമ്പോൾ, ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരാൾ സങ്കടം എന്ന് പറയുമ്പോൾ ആ സങ്കടത്തിനൊപ്പം അവർക്ക് നമ്മൾ സാന്ത്വനമാവുമ്പോൾ എല്ലാത്തിലും ദൈവമുണ്ട്. ചില നിരീശ്വരതകൾ പറയും ദൈവത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ദൈവമുണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും. അമ്മ കാറ്റിനെ കണ്ടിട്ടുണ്ടോ? കാറ്റില്ലേ? അപ്പോൾ കണ്ടില്ലെങ്കിൽ അതുണ്ടല്ലോ. പോട്ടെ, ഇത്രയും വലിയൊരു സൂര്യനെ കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും ശക്തിശാലിയായ ഒരു സൂര്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സൂര്യപ്രകാശം എത്ര പവർഫുള്ളാണെന്നും അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളത്തെ സൂര്യകിരണം, നാളത്തെ സൂര്യകിരണം നമ്മൾ വിചാരിക്കും നാളെ സൂര്യൻ ഉദിച്ച് നാളെ തന്നെ നമുക്ക് കിട്ടുകയാണെന്ന്. യഥാർത്ഥമായിട്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ സൂര്യൻ്റെ കിരണമാണ് നാളെ നമ്മൾ കൊള്ളാൻ പോകുന്നത് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ എത്ര ദൂരത്താണ് ആ സൂര്യനുള്ളത്. ആ സൂര്യൻ്റെ കിരണം പോലും ഭൂമിയിൽ പതിക്കാൻ 4 വർഷം പിടിക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെ വൈജ്ഞാനികം പറയാണ് കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സൂര്യൻ എത്ര പവർഫുള്ളാണ്. അപ്പോൾ സൂര്യൻ എത്ര പവർഫുള്ളാണെങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച ഭഗവാൻ എത്ര പവർഫുള്ളായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മളൊക്കെ ഈ നുണസത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദൈവം അപ്പം തന്നെ വന്നിട്ട് ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ മറുപടി പറയില്ല. ദൈവം സാക്ഷി എന്ന് പറയും, ദൈവത്താണ് സത്യം എന്ന് പറയും. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയുടെ മുകളിലാണ് നമ്മൾ സത്യം ചെയ്യണത്. ഒരു ശക്തിയുടെ മുകളിലാണ് നമ്മൾ ശപഥം ചെയ്യണം. നമ്മൾ മറന്നു പോവുകയാണ് മനുഷ്യനല്ലേ. ഇത്രയും വലിയൊരു പവർഫുള്ളായിട്ട് ഉള്ളൊരു ദൈവത്തിനെ ദൈവം അപ്പം തന്നെ നമ്മളോട് ഒന്നും ചോദിക്കില്ല എന്നുള്ള ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചില വിഡ്ഢികൾക്ക് ദൈവം ഇല്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, എന്തെങ്കിലും നുണ പറയുമ്പോൾ ആദ്യം എടുത്ത് പറയണത് ദൈവത്താണ് സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എന്നാ വെച്ചാൽ ചെയ്തിട്ടുണ്ടാവും, ദൈവം ഇപ്പം എന്ത് ചെയ്യാന്നൊരു ചിന്തയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും പവർഫുള്ളായിട്ട് ദൈവത്തിന് ആർക്കെങ്കിലും പേടിയുണ്ടോ? വളരെ ചുരുക്കം പേടിയുള്ളവർ. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണം മാത്രമാണ് ദൈവങ്ങളുടെ ചിന്തയല്ലേ ജനങ്ങൾക്ക് കൂടുതൽ. സ്വിച്ചിട്ടാൽ ലൈറ്റ് വരും എന്ന് പറയും പോലെ നമ്മൾ അങ്ങോട്ട് പോവുക, എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. ആ വഴിപാട് അങ്ങോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ദൈവം നമ്മളെ പ്രസാദിച്ചു എന്നുള്ള വിശ്വാസമല്ലേ. നമ്മളൊരു അമ്പലത്തിൽ പോയി അവിടെ ഏറ്റവും വില കൂടി എന്തെങ്കിലും വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ദൈവം പ്രസന്നത്തിനായി എന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്ക്. അല്ലാണ്ട് നമ്മൾ പോയി നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തിന് ഒരുപാട് എന്താ പറയുക പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്ന ചിന്ത ജനങ്ങൾക്ക് ഇത്തിരി കുറവാണ് അല്ലേ. എല്ലാവരുടെ മനസ്സിലുള്ള ധാരണ എന്താ, ഞാൻ പോയി ഏറ്റവും വില കൂടിയ ഒരു വഴിപാട് ചെയ്തു, അതുകൊണ്ട് ദൈവം ഞാൻ ചെയ്ത പാവമൊക്കെ അങ്ങോട്ട് മറന്നു, എൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നു എന്നുള്ള വിചാരമാണ് അല്ലേ. അതിനെന്തിനാ ചട്ടായൊക്കെ എടുത്തിട്ട്? പറയൂ അമ്മ കഥ പറയുമ്പോഴേക്ക് ദോശ കരിഞ്ഞാലോ. അപ്പൊ ദോശ കണ്ടോ, നല്ല ദോശയല്ലേ. ഇതൊക്കെ ഉഴുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദോശയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഉഴുന്ന് വേണമെന്നൊന്നുമില്ല, ദോശ എങ്ങനെ വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കാം, എന്തുകൊണ്ടും ഉണ്ടാക്കാം. അപ്പൊ കണ്ടില്ലേ, അവിലും അരി മാത്രം. എന്നിട്ട് ഈ ദോശയ്ക്ക് എന്താ കുഴപ്പം? തിന്നാനും അച്ഛൻ പറഞ്ഞു, അച്ഛന് ചുട്ടു കൊടുത്തല്ലോ, അച്ഛൻ പറഞ്ഞു നല്ല സ്വാദുണ്ട്. ഉഴുന്നിട്ട ദോശ ചൂട് ചൂടോടെ ചുട്ടു കൊടുത്തപ്പോ അച്ഛൻ അതിന് ഈ എന്താ പറഞ്ഞ അച്ഛൻ ചൂട് അല്ല ഉഴുന്നിട്ട ദോശക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്താ സംഭവം അറിയാമ്മ, അച്ഛനമ്മയെ സ്നേഹം കൂടി ചേർത്തിട്ടല്ലേ ഇങ്ങനെ ചൂടായിട്ട് വിളമ്പി കൊടുക്കണം. അതിൻ്റെ ഒരു സ്നേഹം കൊണ്ട് പറയായിരിക്കും അച്ഛൻ. അങ്ങനെ ആവാനാ സാധ്യത കൂടുതൽ. കഥ പറയാൻ അമ്മ ഇങ്ങോട്ട് തീരുമാനിച്ചു. എന്താണാവോ ഇന്നത്തെ കഥ? അമ്മയുടെ ഈ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആയ കുറച്ച് കുടുംബാംഗങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട്, അവരത് സഹിക്കുന്നത് കൊണ്ട് എന്തെന്നെ ആയാലും അമ്മയ്ക്ക് പറയാം. അയ്യോ, സഹിക്കുന്നത് കൊണ്ടൊന്നല്ല, കാത്തിരിക്കുന്നത്. സഹിക്കുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് അറിയാണ്ട് വീണ് പോയതാണ് കേട്ടോ. അതല്ല ജസ്റ്റ് എ മിനിറ്റ്. എൻ്റെ പല്ലുവേദന സഹിക്കുന്നത് എന്ന് പറയാൻ പോയപ്പോൾ ഞാൻ ആ സഹനത്തിൻ്റെ ഒപ്പം ഈ സഹനം കൂട്ടിയെന്ന് മാത്രം. എവിടേക്കാ കൂട്ടേണ്ട ഒരു സാഹ എടുത്തിട്ട് ഇവിടേക്ക് കൂട്ടിയെന്നേ ഉള്ളൂ കേട്ടമ്മ. വേണ്ട, ഈ പല്ലുവേദന ഉള്ളപ്പോൾ എനിക്ക് ചൂടോടെ അമ്മ ചുട്ട് തരില്ല, ഉള്ള ചൂട് മതി.
ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് കൃഷിയിൽ ഭയങ്കര ആത്മാർത്ഥതയോടെ ചെയ്യും കൃഷി. അതാണ് ഉപജീവന മാർഗം, അവർക്ക് എല്ലാം അതാണ്. അവർ കുറച്ച് കൃഷിയിടുണ്ട്, അതിൽ ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പം ആൾക്ക് എപ്പോഴും അത്രയ്ക്ക് ആത്മാർത്ഥതയോടെയാണ് എല്ലാം ചെയ്യുക. അപ്പൊ ഒരു ദിവസം അങ്ങോട്ടുള്ള മനസ്സിലെന്തറിയോ, എനിക്ക് ദൈവത്തിനൊന്ന് കാണണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അങ്ങനെ ഇരിക്കുമ്പോ ഒരു സന്യാസി ഈ പോണ വഴിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ പോണ് കാണാം. ഈ അമ്മയുടെ കഥയിലൊക്കെ ഒരു സന്യാസി ഉണ്ടാവുമല്ലോ, അതെന്താന്ന് കഥയല്ലേ, അതിൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. ആ സന്യാസിനെ ഇങ്ങോട്ട് കാണും വഴിക്ക്. ചിലപ്പോ ആൾ അങ്ങോട്ട് പോയിരിക്കും, ചിലപ്പോ ഇങ്ങോട്ട് വരികയായിരിക്കും. എവിടെയെങ്കിലും ഈ പോകുമ്പോഴോ വരുമ്പോഴോ എപ്പോഴെങ്കിലും ഈ സന്യാസിയെ കാണും. അപ്പൊ ഇങ്ങോട്ട് തോന്നി ഈ സന്യാസിക്ക് എല്ലാം അറിയായിരിക്കും. ഞാൻ ഈ സന്യാസിയോട് ചോദിക്കട്ടെ, ഭഗവാനെ കാണാൻ എന്താണ്? ദൈവത്തിനടുത്തുള്ള ആളായിരിക്കുമല്ലോ, അപ്പൊ ചോദിച്ചാൽ മനസ്സിലാവും. ഭഗവാനെ അല്ല സ്വാമി, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണമെന്നുണ്ട്, എന്താ ചെയ്യാറ്? അതിനെന്താ, നീ അമ്പലത്തിൽ പോ, അവിടെ പോയിട്ട് ഭഗവാനെ ദർശിക്കുക പറഞ്ഞു. അപ്പോൾ ഞാനേ അമ്പലത്തിൽ പോണെങ്കിൽ ചുറ്റി വളഞ്ഞ് 2-3 കിലോമീറ്റർ പോകണം. അവിടെ പോയിട്ട് ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ കൃഷിപ്പണി മുടങ്ങും, എൻ്റെ ജീവിതമാർഗം കഷ്ടത്തിലാവും. ഞാൻ ഒരു ദിവസം അവിടെ പോയി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കൃഷി നശിക്കും. വെള്ളം അതൊക്കെ ചെയ്യണ്ടേ അവിടെ പോയിട്ട് ജോലിയൊക്കെ, ഞാൻ മാത്രമാണ് അത് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ നീ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് കുളിച്ചിട്ടൊന്ന് പോയിട്ട് തൊഴുതിട്ട് വാ. അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് അവിടെ നടന്നെത്തുമ്പോഴേക്കും അമ്പലം പൂട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെ ഭഗവാനെ കാണുക? സ്വാമി അതല്ലാണ്ട് എനിക്കൊരു വഴി പറഞ്ഞു. ഇത് വല്ലാത്ത കഷ്ടമായല്ലോ, നിനക്ക് അമ്പലത്തിൽ പോയി ഭഗവാനെ കാണാൻ പറ്റില്ല, ഒരു ദിവസം നിന്റെ ജോലി നിർത്തിയിട്ട് നിനക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതമാർഗ്ഗമല്ലേ സ്വാമി, അതില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പട്ടിണിയാവില്ലേ, ആ കൃഷി നശിച്ചു പോയില്ലേ, അവിടെ കാവൽ നിൽക്കണോ, എന്തൊക്കെ ചെയ്യണം, ഞാൻ ഒറ്റ ഒരാളുള്ളൂ, കൂലിക്കൊന്നും പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. അത് ശരി, അല്ല നീ അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാറില്ലേ എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ അത് കഴിക്കണ്ടേ, അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശക്തി ഉണ്ടാവുമോ ജോലി ചെയ്യാൻ? അതില്ലേ പറഞ്ഞ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് കഴിക്കണ്ടേ സ്വാമി? എന്താ സ്വാമി പറയുന്നത്? അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വയറ് നിറയ്ക്കാനും ജീവനമാർഗ്ഗമല്ലേ ഈ കൃഷി പറയും. അപ്പം നീ സമയത്തിന് കിട്ടുമല്ലോ നിനക്ക്, അത് പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതിനൊരിത്തിരി സമയം എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ നിനക്ക്? അപ്പോൾ നീ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിൻ്റെ സാമീപ്യത്തിൽ ആരാ ഉണ്ടാവുക അവർക്ക്? നിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്ത് ആരാ ഉണ്ടാവുക അവർക്ക്? അതേ അടുത്ത കൃഷി ഇടത്തിൽ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനുണ്ടാവുക. ആളെങ്ങനെ, അയ്യോ എന്തു നല്ല മനുഷ്യനാണെന്നറിയോ, എനിക്ക് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം തരും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ വളം മേടിച്ചത് എനിക്ക് തരും, അങ്ങനെ എനിക്ക് പല വിധത്തിൽ എൻ്റെ ഒരു സ്വന്തം ആളെപ്പോലെ എന്നെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ദൈവമാണ് അദ്ദേഹം എന്ന് പറയും, ദൈവതുല്യനാണ് അദ്ദേഹം. ചില സമയങ്ങളിൽ എനിക്ക് ദൈവമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് പറയും. അത് ശരി, അപ്പം നിനക്ക് അവിടെ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ആ ആളിൽ? അപ്പം നീ ഒരു കാര്യം ചെയ്യേ, നീ ഊണ് കഴിക്കാതിരിക്കുന്നതിൻ്റെ മുമ്പ് ആ ആളിനെ ഒന്ന് ദർശിക്കുക. എങ്ങനെ? ആളവിടെ ഉണ്ടല്ലോ, ആളുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് ഞാൻ കണ്ടു, ദൈവത്തെ ഞാൻ കണ്ടു എന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നീ ഭക്ഷണം കഴിക്കും. ഇതേപോലെ എല്ലാ ദിവസവും നീ കുറച്ച് നാൾ തുടർന്നുകൊണ്ടേ പോകണം. അപ്പോൾ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും. പിന്നെ അപ്പം നിനക്ക് ദൈവത്തെയും കാണാൻ പറ്റും, നിൻ്റെ ജീവിതം തന്നെ മാറി മറിയും. അപ്പം നിനക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നീ അത് ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യണം, അല്ലാണ്ട് എന്തോ അങ്ങനെ ഉള്ള രീതിയിലല്ല ചെയ്യേണ്ടത്. ആത്മാർത്ഥതയോടെ ആളെ നോക്കുക, ഞാൻ കണ്ടു, ഭഗവാനെ കണ്ടു എന്ന് മനസ്സിൽ വിചാരിക്കുക, ഭക്ഷണം കഴിക്കുക. അതല്ലാണ്ട് നീ ഉച്ചഭക്ഷണം കഴിക്കാനേ പാടില്ല. അത് ഞാൻ ചെയ്യാം, അപ്പം എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമല്ലോ, അത് ഞാൻ ചെയ്യുമെന്ന് പറയും. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആ കൃഷിയിടത്തിൽ ആളെ കാണാനില്ല അടുത്ത്. അപ്പോൾ അവിടെ പോകും, അവിടെ പോയിട്ട് എവിടെ പോയി ഈ ഏട്ടൻ ചോദിക്കും. അപ്പോൾ അവിടെ ഒരു മണ്ണ് വേണം ആൾക്ക് കുറച്ച്, അതിന് വേണ്ടി മണ്ണ് കളച്ചെടുക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്താണ്, അവിടെ കണ്ടു ഞാൻ പറയും വേറെ ഒരാൾ. എന്നാൽ ആളെ ഒന്ന് കണ്ടിട്ട് വേഗം വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളവിടേക്ക് പോയിട്ട് പോകുമ്പോൾ ഇയാളിങ്ങനെ മണ്ണ് കളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ മണ്ണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾക്ക് ഒരു നിധി കുമ്പാരം കിട്ടി. അപ്പോൾ ആളെന്ത് വിചാരിച്ചറിയോ, ദൈവം ഇതാരും കാണാണ്ട് ഞാൻ ഇവിടെ നിർത്ത് മാറ്റട്ടെ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റൊക്കെ കൊണ്ടുപോയില്ലേ, ഇല്ല രാജാവാണെങ്കിൽ രാജാവ് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അത് അവർക്ക് സ്വന്തമല്ലേ.
അപ്പോൾ ഇതെനിക്ക് കിട്ടി, ഇത് ഞാൻ എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന അത് എടുക്കാൻ പോണ സമയത്തുണ്ട് ഇവർ വന്നിട്ട് ഞാൻ കണ്ടു ഇനി ഞാൻ പോട്ടെ എന്ന്. ഭക്ഷണം കഴിക്കുന്ന ആള് ഇയാളെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന ആള് ഇയാളെ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ആളില്ലേ, ഇയാളുടെ മുഖം കണ്ടിട്ടേ കഴിക്കാൻ പറ്റില്ലേ. ഞാൻ കണ്ടു ഇനി ഞാൻ പോട്ടെ എന്ന് പറയും. അപ്പോൾ നിക്ക് പറയും. ഞാൻ നിൽക്കണില്ല, ഞാൻ കണ്ടു. അയാൾ എന്ത് കണ്ടു എന്നാ പറഞ്ഞ? നിധി കണ്ടോ? നിധി കണ്ടിട്ടില്ല, ഇയാളുടെ മുഖം കണ്ടു. അത് ശരി. നിധി ഉണ്ടെന്നോ ഇയാള് നിധി എടുത്തിട്ട് മാറ്റി വെക്കാൻ പോവാണെന്നോ ഒന്നും അറിയില്ല. ഇയാള് ഈ ആളുടെ മുഖം കണ്ടിട്ടല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതാണ് കണ്ടു പറയണത്. ഞാൻ കണ്ടു ഞാൻ പോട്ടെ എന്ന്. നിക്കുന്നു ഇയാള്. അപ്പൊ പറയാണ് ഇല്ലില്ല എനിക്ക് ഭക്ഷണം കഴിക്കണോ, ഞാൻ കണ്ടു ഇനി ഞാൻ പോട്ടെ. ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. ഇയാളെന്ത് വിചാരിച്ചത്, ഞാൻ എടുക്കണ ഈ നിധി അവൻ കണ്ടു. അപ്പൊ അവൻ പോയി മറ്റുള്ളവരോടൊക്കെ പറയും. അപ്പൊ എനിക്ക് ഒന്നും കിട്ടില്ല, ഒന്നുമില്ലെങ്കിൽ ഇത് ഗവൺമെന്റ് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. അപ്പോ അതിന് ഇപ്പൊ എന്താ ചെയ്യാ, ഇവനങ്ങോട്ട് പകുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്ക് ഇതൊന്ന് പകുതി നിനക്ക് തരാന്ന്. എന്ത് ഈ നിധിന്ന് പകുതി നിനക്ക് തരാം? അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവും. അയാൾ വായ പൊളിച്ചിട്ട് ഇത് നിധിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് പകുതിയാണ്. അപ്പം ഇയാൾ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാൻ നിധി കണ്ടില്ല എന്നൊന്നും പറഞ്ഞില്ല. അപ്പം മിണ്ടാണ്ട് നിന്നു. അത് ശരി. അവിടുന്ന് ഇയാൾ പകുതി ഇയാൾക്ക് കൊടുത്തു, പകുതി അയാൾ കൊടുത്തു. അപ്പം മനസ്സിലായി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇപ്പം ആ മനുഷ്യൻ ദൈവം എന്നല്ല അല്ലേ, പക്ഷെ ദൈവത്തെ പോലെ എന്ന് പറഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു നീ അതിൽ ഞാൻ ദൈവത്തെ കണ്ടു. അപ്പൊ ആ ആത്മാർത്ഥതയോടെ അയാൾ മനസ്സിരുത്തി അത് ചെയ്തു, അവിടെയും ദൈവം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ദൈവം എന്റെ കഷ്ടപ്പാടും മാറ്റിയില്ലേ. ആരിലും കാണാം, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും മാത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള മനുഷ്യരിൽ വേണമെങ്കിൽ നിങ്ങൾ അതാണ് ദൈവം എന്ന് കരുതി അതന്നെയാണ് ദൈവം. ഇതാണ് ദൈവവചനം. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു നോക്കി. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണെങ്കിൽ അതിൻ്റെ പ്രസാദം താനേ കിട്ടും. അപ്പോൾ ധ്രുവമില്ല, ഭാവമില്ല, അനുഗ്രഹം മാത്രം നൽകുന്ന ഒരു സർവശക്തനാണ് ദൈവം. ദൈവത്തിന് ഒരൊറ്റ ഭാവം മാത്രമേ ഉള്ളൂ, അനുഗ്രഹിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ദൈവം ഒരാളിനെ ശിക്ഷിക്കാനോ ഒരാളിനെ ദ്രോഹിക്കാനോ ഒന്നും ദൈവം ഉണ്ടാവില്ല. ദൈവം ഉണ്ടാവുന്നത് നമുക്ക് ദൈവം ഉള്ളത് തന്നെ നമ്മളെ സ്നേഹിക്കാനോ നമ്മളെ അനുഗ്രഹിക്കാനാണ്. പക്ഷെ നമ്മൾ ആ വഴി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ആ സാധാരണ മനുഷ്യനെ കണ്ടു, ഈ മനുഷ്യനെ കണ്ടിട്ട് എന്താ ഇപ്പോൾ ദൈവം എനിക്ക് തരാൻ പോണത്, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് പ്രസാദിക്കുന്ന ശക്തിയാണ് ദൈവം എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ, നമ്മുടെ പരിശ്രമമുണ്ടെങ്കിൽ, അതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, അതിൽ സത്യമുണ്ടെങ്കിൽ, അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും ആ മനുഷ്യന്റെ മുഖം കാണണം എന്നുള്ള ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഏകാഗ്രത, എന്താ പറയാ, മനസ്സിൽ ആ ഒരു ദൃഢനിശ്ചയം. എനിക്ക് ഈ ആളുടെ മുഖം കാണാണ്ട് എത്ര വിഷനാലും അവിടെ ഓടിപ്പോയി അയാളെ കണ്ടിട്ട് വരണമെന്ന് ആൾക്ക് തോന്നി. എന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ നിന്നുള്ളൂ. അപ്പോൾ അയാൾ ആ ഒരു നിമിഷം കൊണ്ട് സമ്പന്നനായി എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അതേപോലെ തന്നെയാണ് ദൈവത്തെ അതുപോലെ എല്ലാ നന്മകളിലും ദൈവമുണ്ട്. നന്മയാണ് ദൈവം അല്ലേ. ചെയ്യുന്ന എല്ലാ നന്മകളിലും ദൈവമുണ്ട്. നന്മയാണ് ദൈവം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയാണ് ദൈവം. നമ്മുടെ സ്നേഹമാണ് ദൈവം. അപ്പോൾ ദോശ കണ്ടോ, ഇത് നാളികേര ചമ്മന്തി, നല്ലോണം അറിയാത്ത ചമ്മന്തി. നല്ല രസമാണ് കുറച്ച് നാളികേരം ഇങ്ങനെ ചതഞ്ഞ പോലെ അരിഞ്ഞിട്ട് പച്ചമുളകും കറിവേപ്പിലി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ച പോലെ അരയ്ക്കുന്ന ചമ്മന്തി. പിന്നെ ഇത് മുളക് ചമ്മന്തി. അതിൻ്റെ കൂടെ ഈ ദോശ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം എല്ലാവരും കഴിക്കാനൊന്നും വിളിക്കില്ല ആരും. ഈ ദോശ കഴിക്കാൻ നിങ്ങളൊക്കെ സത്യം പറഞ്ഞ അമ്മ മറന്നു. ഞാൻ ഓർമ്മിപ്പിച്ച മാത്രമാണ് അമ്മ അങ്ങനെയൊക്കെ പറയുള്ളൂ. നീ വെറുതെ ഇട്ട് കൊടുക്കരുത് കേട്ടോ, ആവശ്യമില്ലാത്ത പറയരുത്, ഞാൻ മറന്നിട്ടുള്ളൂ. അപ്പോഴേ എന്തറിയോ, ദോശയല്ലേ അപ്പൊ ഈ ദോശ എന്തായാലും ഓരോരോ വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അവിലും അരിയും കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാ. അപ്പഴേക്കപ്പടെ മൊരിഞ്ഞ് നല്ല മുരുമുരുന്ന് ഉണ്ടാക്കണം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് കനം കുറച്ചൊക്കെ ഉണ്ടാക്കിയ മൊരിയും. അല്ല മൊരിഞ്ഞത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കനത്തിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചട്നി ഉണ്ടാക്കും കേട്ടോ, ഇതിന് നല്ല ടേസ്റ്റാണത്. മുളക് ചമ്മന്തി, അതുപോലെ ചതച്ച പോലെ നല്ലോണം അറിയാത്ത ചമ്മന്തിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്.